Terms in leveling. Axis of level tube or axis of bubble tube. Okay. So ടെലിസ്കോപ്പിന്റെ മുകളിലായിട്ട് ഈ ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു ട്യൂബ്, അതൊരു ഹോളോ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ട്യൂബാണ്. അതിൻ്റെ ഉള്ളിൽ അതൊരു ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽ ഉണ്ട്, ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പാർഷ്യലി ഒരു ലിക്വിഡ് നിറച്ചിട്ടുണ്ട്. പാർഷ്യലി ആയതുകൊണ്ട് തന്നെ അതിനകത്തൊരു ബബിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ബബിള് ഈ ഒരു ട്യൂബിന്റെ ഗ്ലാസ് സർഫസിൽ ഗ്രാജുവേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഗ്രാജുവേഷൻസിന്റെ ഏകദേശം മിഡ് പോയിന്റിൽ, എക്സാക്ട് മിഡ് പോയിന്റിൽ വരുമ്പോഴാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ് ലെവലായി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ലെവൽ ട്യൂബിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ വിച്ച് ഇസ് ടാൻജൻഷ്യൽ ടു ദിസ് ലോഞ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദി ബബിൾ ട്യൂബ് അറ്റ് ഇറ്റ്സ് മിഡ് പോയിന്റ്. അപ്പോൾ ഈ ഒരു ലെവൽ ട്യൂബിന്റെ സർഫസിൽ ഇപ്പൊ ഇവിടെ വരുമ്പോൾ ഒരു ചെറിയ ഒരു കർവുണ്ട്, ഇങ്ങനെ ഒരു ചെറിയ ഒരു കർവുണ്ട്. ആ കർവിന്റെ ഏകദേശം ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ സെന്ററിലായിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരു ചെറിയ ഒരു കർവ്, അപ്പൊ അതിന്റെ സെന്ററിൽ ബബിൾ വരുന്ന സമയത്ത് അതിന് ടാൻജൻഷ്യൽ ആയിട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ്. അപ്പൊ നമ്മൾ തൊട്ട് മുൻപേ പഠിച്ചത് ടെലസ്കോപ്പിന്റെ ആക്സിസ് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലൂടെ, അതിന്റെ അകത്തൂടെ, സെന്ററിലൂടെ പോകുന്ന ലൈൻ ആണെങ്കിൽ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് അതിനകത്തൂടെ അല്ല പോകുന്നത്, ആ ഒരു ബബിൾ ട്യൂബിന്റെ സർഫസിലുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ കർവിന് ടാൻജൻഷ്യൽ ആയിട്ട് പോകുന്ന ലൈനിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് ABT എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിഗറിലേക്ക് നോക്കുക. ഇതാണ് നമ്മുടെ ഒരു ക്രോസ് സെക്ഷൻ വ്യൂ ഓഫ് ലെവൽ ട്യൂബ്. ഇപ്പൊ ഈ ഒരു കർവാണ് ഞാൻ പറഞ്ഞത്, കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയൊരു ഈ കർവ് ഉണ്ട് അലോങ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. അതിന്റെ ലെങ്ത് ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയ കർവ് ഉണ്ട്. ആ കർവിന്റെ ടോപ്പ് പോയിന്റ് അല്ലെങ്കിൽ എപെക്സ് എന്ന് പറയുന്നത് എവിടെയാണ്? സെന്ററിലാണ്. അപ്പൊ ഈ സെന്റർ പോയിന്റിൽ ഇവിടെ നമ്മളൊരു ടാൻജന്റ് വരച്ചാൽ ഈ ഗ്രീൻ ലൈനിൽ കാണുന്നതാണ് ടാൻജന്റ് അല്ലെ. ഈ ടാൻജന്റിനെ വിളിക്കുന്ന പേരാണ് ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് ABT. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത? ആക്സിസ് ഓഫ് ബബിൾ ട്യൂബും വെർട്ടിക്കൽ ആക്സിസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ്. ഇനി മറ്റൊരു പ്രത്യേകത എന്താണ്? ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് പഠിച്ചു. ലൈൻ ജോയിനിങ് ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഒബ്ജക്റ്റീവ് ടു the center of eyepiece. This is called as axis of telescope. Now, what is height of instrument? It is the elevation of line of sight of the telescope. Line of sight in the സീ ലെവലിൽ നിന്നും, ഇപ്പൊ ഇതാണ് നമ്മുടെ ഇമാജിനറി ഡേറ്റം, ഈ കാണുന്ന ഇമാജിനറി ഡേറ്റം മീൻ സീ ലെവൽ. മീൻ സീ ലെവലിൽ നിന്നും 100 മീറ്റർ ഉയരെയാണ് നമ്മുടെ ബെഞ്ച് മാർക്ക് എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ബാക്ക് സൈഡ് റീഡിംഗ് എടുത്തു. സോ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈഡ് ആണ് height of instrument. It is the elevation of line of sight of the telescope above datum. Mean sea level at a location, it is obtained by averaging the height of the surface of the sea for all stages of tides for a period of 18.6 years. That is approximately 19 years data collect ചെയ്ത് average ചെയ്തെടുക്കുന്നതാണ് mean sea level. It is used as a vertical datum level surface, and in India, mean sea level of Mumbai port is considered as reference surface for finding the vertical height. What is plumb line? It is a direction of line of force of Earth's gravity field. അതായത് ഒരു പ്ലം ബോബ് ഹാങ് ചെയ്താൽ അത് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ, അതാണ് എർത്തിന്റെ ഗ്രാവിറ്റി ഫീൽഡിലോട്ട് direction of the line of force of Earth's gravity field. In plane surveying, it is defined by the direction of a freely suspended plumb bob. Okay, so ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ടോപ്പിക് ലെവലിംഗ് സ്റ്റാഫ്. അപ്പോൾ ബ്രോഡായിട്ട് നമുക്ക് 2 ടൈപ്പിൽ ലെവലിംഗ് സ്റ്റാഫിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സെൽഫ് റീഡിംഗ് ടൈപ്പ്. സെൽഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ടെലസ്കോപ്പിലൂടെ നോക്കുന്ന സർവേയർ. ഓക്കെ, ആ സർവേയർ ടെലസ്കോപ്പിലൂടെ നോക്കിക്കൊണ്ട്
സ്റ്റാഫ് റീഡിംഗ് വായിച്ച് എഴുതിയെടുക്കുന്ന ഒരു പ്രോസസ്സ്. അത്തരം ലെവലിംഗ് സ്റ്റാഫിനെ നമ്മൾ സെൽഫ് റീഡിംഗ് ലെവലിംഗ് സ്റ്റാഫ് എന്ന് പറയും. സോ ഇറ്റ് ഈസ് എ ഗ്രാജുവേറ്റഡ് വുഡൻ റോഡാണ്. ഇറ്റ് വിൽ ബി ഹാവിങ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. അതിൻ്റെ ലോവർ എൻഡ് ഒരു ഷൂ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബോട്ടം ആണ് നമ്മൾ 0 എൻഡായിട്ട് എടുക്കുന്നത്. എന്നിട്ട് ആ ബോട്ടം ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് തൊട്ട് 0.005 മീറ്ററിൽ ഗ്രാജുവേഷൻസ് ഉണ്ടാവും. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രിപ്സ് ആണ്. അപ്പോൾ ഈ വൈറ്റ് സ്ട്രിപ്പിന്റെയും ബ്ലാക്ക് സ്ട്രിപ്പിന്റെയും വീതി അല്ലെങ്കിൽ വിഡ്ത് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ദാറ്റ് ഇസ് 0.005 മീറ്റർ അല്ലെങ്കിൽ 5 മില്ലിമീറ്റർ. അതുകൊണ്ട് തന്നെ ഒരു ലീസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ ഒരു ലെവലിംഗ് സ്റ്റാഫിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.005 മീറ്റർ ആണ്, അല്ലെങ്കിൽ 5 മില്ലിമീറ്റർ ആണ്. ഓക്കെ, ഇനി സെൽഫ് റീഡിംഗ് ടൈപ്പ് തന്നെ, അതായത് ടെലസ്കോപ്പിലൂടെ നോക്കി ടെലസ്കോപ്പിന്റെ ഐ പീസിന്റെ അടുത്ത് നിൽക്കുന്ന സർവേയർ വായിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റാഫ്, അതിനെയാണ് സെൽഫ് റീഡിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് 3 തരത്തിലുണ്ട്. ആദ്യത്തത് സോളിഡ് സ്റ്റാഫ്, ഒറ്റ തടിയുടെ ഒറ്റ പീസിലായിരിക്കും, 3 മീറ്റർ ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ ദൂരെ ഒക്കെ ട്രാവൽ ചെയ്ത് വെഹിക്കിളിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. 3 മീറ്റർ നീളമുള്ള വെഹിക്കിളിനകത്ത് അല്ലെങ്കിൽ ഉയർത്തി വെച്ചുകൊണ്ടൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫോൾഡിംഗ് സ്റ്റാഫ് അടുത്ത ഒരു ടൈപ്പാണ്. ഫോൾഡിംഗ് സ്റ്റാഫ് 4 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇതിന് 4 മീറ്റർ ഹൈറ്റ് ഉണ്ട് എങ്കിലും അതിന്റെ മിഡിൽ പോർഷനിൽ ഒരു ഹിഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിനെ പകുതിയായിട്ട് മടക്കി വെച്ച് നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ക്യാരി ചെയ്യാം. സ്ഥലത്ത് എത്തുമ്പോൾ, നമുക്ക് സർവേ ചെയ്യാനുള്ള സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ഈ ഹിഞ്ച് ഓപ്പൺ ചെയ്ത് അതിനെ ഫുള്ള് 4 മീറ്റർ ഹൈറ്റ് ആയിട്ട് ഉയർത്താം. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ടെലസ്കോപ്പിക് സ്റ്റാഫ്. അതിന് മറ്റൊരു പേരുണ്ട്, സോപ്പ് വിത്ത് പാറ്റേൺ എന്നും പറയും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൊടയുടെ കമ്പിയൊക്കെ ഇല്ലേ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ നിവർത്തി, മഴ വരുമ്പോൾ നമ്മൾ നിവർത്തി, അല്ലെ വെയിൽ വരുമ്പോൾ നമ്മൾ നിവർത്തും, ഹൈറ്റ് കൂട്ടും, ആവശ്യമില്ലാത്തപ്പോൾ നമ്മൾ അതിനെ മടക്കി ബാഗിനകത്ത് വെക്കുകയും ചെയ്യുന്നു അല്ലേ. അതേപോലെ 3 ഹോളോ ആയിട്ടുള്ള പാർട്സ് ആണ്. അതിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് ഫുള്ളി ഹോളോ ആയിരിക്കും, മിഡിൽ പോർഷനും ഹോളോ ആയിരിക്കും, ഏറ്റവും ടോപ്പ് പോർഷൻ മാത്രമേ സോളിഡ് ആയിരിക്കുള്ളൂ. അപ്പോൾ ടോപ്പ് പോർഷനെ നമ്മൾ നടുക്കത്തെ പോർഷന്റെ ഉള്ളിലേക്ക് നമുക്കൊരു ബട്ടൺ വെച്ച് പ്രസ് ചെയ്ത് അതിനെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പറ്റും. എന്നിട്ട് ഈ മുകളിലത്തെ 2 പോർഷനെയും കൂടെ ഇറക്കി താഴത്തെ പോർഷനിലോട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ഇപ്പോൾ 5 മീറ്റർ ആണെങ്കിലും പാരി ചെയ്യുന്ന സമയത്ത് നമുക്കിതിനെ ഏകദേശം ഒരു 1.5 മീറ്ററിലൊക്കെ ഹൈറ്റ് ഉള്ള ആ ഒരു രീതിയിൽ ഇതിനെ മടക്കി ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമുക്കിതിനെ ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഇതിന്റെ ഫോട്ടോ കാണാം. അപ്പോൾ ഈ കാണുന്നത് ഇവിടെ കണ്ടോ, ഹിഞ്ച്ഡ് കണക്ഷൻ ആണ്. അപ്പൊ ഇത് എന്ന് പറയുന്ന ഫോൾഡിംഗ് ടൈപ്പ് ആണ്. അപ്പൊ ഇതിനിങ്ങനെ മടക്കി മടക്കി നമുക്ക് ഇതുപോലെ ഒരു ബോക്സിനുള്ളിൽ വെച്ച് ക്ലിപ്പ് ചെയ്ത് നമുക്ക് ഈ ഹാൻഡിലിൽ പിടിച്ച് നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ദ ഫോൾഡിംഗ് ടൈപ്പ്. ഓക്കെ, ആൻഡ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നതാണ്, ഇതാണ് നമ്മുടെ ടെലസ്കോപ്പിക് അല്ലെങ്കിൽ സോപ്പ് വിത്ത് പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ടോ, 1.1 മീറ്ററിന്റെ ഉള്ളിലേക്ക് ഈ ബാക്കിയുള്ള 1.1 തൊട്ട് 2 മീറ്റർ വരെയുള്ള മാർക്കിംഗ് ഉള്ള ആ പോർഷൻ താഴത്തെ പോർഷനുള്ളിലേക്ക് സ്ലൈഡ് ചെയ്ത് പോകും. ഓക്കെ, അതിന്റെ ഉള്ളിലേക്ക് 2 തൊട്ട് 3 മീറ്റർ വരെയുള്ള പോർഷൻ സ്ലൈഡ് ചെയ്ത് പോകും. അതിന്റെ ഉള്ളിലേക്ക് 3 to 4 മീറ്റർ. അപ്പോൾ ടോട്ടൽ 4 മീറ്റർ ഉണ്ടെങ്കിലും ഏകദേശം ഒരു 1.3 1.4 മീറ്റർ ഒക്കെ ഇത് ഫുള്ളി നമ്മൾ മടക്കി കഴിയുമ്പോൾ വരുമായിരുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് സെൽഫ് റീഡിംഗ് കഴിഞ്ഞ് രണ്ടാമത്തെ ടൈപ്പാണ് ടാർജറ്റ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ടാർജറ്റ് സ്റ്റാഫ് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു സോളിഡ് സ്റ്റാഫ് ആണ്. അതുകൂടാതെ തന്നെ അതിനകത്ത് ഒരു സർക്കുലാർ ഷേപ്പിലുള്ള ഒരു എക്സ്ട്രാ ഒരു ഫിറ്റിംഗ് ഉണ്ട്. ഇതിന്റെ പേരാണ് ടാർജറ്റ്. ഓക്കെ, അതുകൂടാതെ തന്നെ ഈ സർക്കുലാർ ഷേപ്പിലുള്ള ഒരു മെറ്റൽ പീസിനെ സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഈ ലെവലിംഗ് സ്റ്റാഫിന്റെ പുറത്തുകൂടെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ നമുക്ക് കൈകൊണ്ട് പിടിച്ച് സ്ലൈഡ് ചെയ്ത് ഓരോ പോർഷനിൽ എത്തിക്കാൻ പറ്റും. ഇനി ഈ സർക്കിള് ഏകദേശം 4 ക്വാഡ്രന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾട്ടർനേറ്റ് ആയിട്ട് ഓറഞ്ച് ആൻഡ് വൈറ്റ് കളറാണ്. അതുകൂടാതെ ഇതിനകത്ത് ഈ കാണുന്ന 0, 2, 4, 6, 8 എന്ന് പറയുന്ന
ചെറിയ ലൈൻസ് ഉണ്ട്. അതായത് ഇതാണ് ഇതിന്റെ വെർണിയർ. ഓക്കെ, സോ ഇറ്റ് ഹാസ് എ സ്ലൈഡിങ് ടാർജറ്റ്. ഇതിനെയാണ് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന